അറിഞ്ഞ സുഹൃത്തുക്കളെ, മുകേഷ് MLA അല്ല, മുകേഷ് മുൻ MLA ആയിന്ന്. അതായത് കോഴികളൊക്കെ ഇപ്പോൾ കൂട്ടിക്കേറി തുടങ്ങി അർത്ഥം. പിന്നെ കൂട്ടുകയറി തുടങ്ങി. കോഴികളെ ആരോപണ വിധേയൻ മാത്രമാണ്. എന്തോ അങ്ങനെ രാജിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരുടെ കൺമുന്നിൽ വെച്ച് എല്ലാം ചെയ്യണമായിരിക്കും. ഇവരെ കൺമുന്നിൽ വെച്ച് പീഡിപ്പിക്കുകയും കൺമുന്നിൽ വെച്ച് ചോദിക്കുകയൊക്കെ ചെയ്യണമായിരിക്കും. എന്നാൽ ഇവര് എന്തെങ്ങനെ അതിന്റെ അർത്ഥം അറിയാവോ? എനിക്കറിയാം. സംസ്കാരം ഉള്ള ആള്. നിങ്ങളുടെ കാര്യം, നിങ്ങൾ ഇത്ര വലിയ മുകേഷ് അങ്ങോട്ട് രാജിവെക്കണമെന്ന് പറഞ്ഞ ഭയങ്കര ഇതാണല്ലോ. കോൺഗ്രസിലെ 2 MLA രാജിവെച്ചായിരുന്നു. സ്ത്രീ പീഡനത്തിൽ ഉള്ള ആരോപണ പറഞ്ഞടോ അവിടെ നടന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ നടന്നില്ല എന്ന് ആ വർത്തമാനം ഈ പാർട്ടിക്കകത്ത് വേണ്ടത് ആനി രാജ പറഞ്ഞടോ. നാണം ഇല്ലല്ലോ എന്തിന് കടിച്ചു തൂങ്ങി കിടക്കാൻ. ആദ്യം കോൺഗ്രസ് MLA രാജിവെക്കട്ടെ. ഇങ്ങനെയാണ് ഇവരുടെ വർത്തമാനം. ആദ്യം നിങ്ങൾ ചെയ്യും, എന്നിട്ട് ഞങ്ങൾ ചെയ്യാം. മാതൃകാപരമായി രാജിവെച്ച് പോടോ അങ്ങോട്ട്. കോൺഗ്രസ് MLA രാജിവെക്കാത്തതിന് ഇവർക്ക് ഈ ചൊറിച്ചിലൊന്നുമില്ല. ഭരണപക്ഷത്താരാ? പിന്നെ ഭരണപക്ഷത്തുള്ളവരുടെ പീഡനം മാത്രമേ നിങ്ങൾ എടുക്കത്തുള്ളൂ. അപ്പൊ പീഡിപ്പിച്ചു സത്യം തന്നെ. സത്യം തന്നെ. എടോ എന്നാ അവരും ആരോപണമാണെന്നേ. എടോ ആദ്യം മാതൃകാപരമായി നടപടി സ്വീകരിച്ച് മാറി നിൽക്ക്. കണ്ടില്ലേ മോഹൻലാലൊക്കെ മുണ്ടാതെ ഉരിയാടാതെ മാറി അങ്ങോട്ട് നിന്നത്. പിന്നെ എല്ലാവരും ഞങ്ങൾ 2 ദിവസം വീടിനകത്ത് മൗന വ്രതമായിരുന്നു. 2 ദിവസം ഒളിച്ചും പാത്തും കഴിഞ്ഞത്. ഇന്ന് രാവിലെ ഒരു 7:30 മാധ്യമ പ്രവർത്തകരൊന്നും എത്തിയിട്ടില്ല. ഇവന്മാരൊക്കെ ഇത് എവിടെ പോയി നോക്കിക്കൊണ്ട് ആ പ്ലേറ്റ് MLA ബോർഡ് ആ ബോർഡും എടുത്ത് മാറ്റി വെച്ച് നൈസ് ആശാൻ വിട്ടതിന്റെ പിറകെ പോയി മാധ്യമ പ്രവർത്തകർ അങ്ങനെ ചുമ്മാ വിടോ. കൊച്ചിയിലെത്തി. കൊച്ചിയിൽ നേരെ ശ്രീലങ്കയിലേക്ക് യാത്ര തിരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ചൊവ്വാഴ്ച വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ബുധനാഴ്ച അതിരാവിലെ അറസ്റ്റ് ചെയ്താലോ ഇനിയിപ്പോൾ. കേരളം വിട്ടു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ ഒന്ന് കത്തിപ്പടർന്ന് അണഞ്ഞു കഴിഞ്ഞതിന് ശേഷം വരാന്ന് വിചാരിച്ചു കാണാം. അതിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. എന്നാ എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകർ സുഹൃത്തുക്കളെ ഇന്നലെ പറഞ്ഞു മുകേഷ് മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞു. പിന്നെ അഡ്വക്കേറ്റ് പറഞ്ഞു അങ്ങനെ കാണേണ്ട, വല്ല വെടിപാത്തരം വിളിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കൈയിട്ടടിച്ച കാര്യമില്ല. കോമഡി അതല്ല, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ MLA അടിച്ചു താഴ്ത്താൻ വേണ്ടി ഇവന്മാര് കോഴിയുമായിട്ട് കൊല്ലത്തൊരു പ്രതിഷേധം നടത്തി. സത്യമല്ലേ ഇത്? അതാ കോഴികളാണ് നാണക്കേടായിരിക്കുന്നത്. ആരാണ് ഈ പ്രതിഷേധം നടത്തിയത്? BJP. ഇവന്മാരുടെ ഒരു ഗുസ്തി ഫെഡറേഷന്റെ തലപ്പത്തിരിക്കുന്ന ബ്രിജ്ഭൂഷണെ രാജിവെപ്പിക്കാൻ ഇവന്മാര് കോഴിയും കൊണ്ട് പോയില്ല. നിങ്ങൾ ഇങ്ങനെ ആരാന്റെ നെഞ്ചത്ത് കേറിക്കൊണ്ട് നടന്നു. ആരാന്റെ നെഞ്ചത്ത് കേറിക്കൊണ്ട് നടന്നിട്ട് പറഞ്ഞോ. എന്നിട്ട് ഈ ബ്രിജ്ഭൂഷണ യുവമാർക്ക് BJP-കാർക്ക് രാജിവെപ്പിക്കണ്ട, ഇവിടെ CPM-കാരുടെ നെഞ്ചത്തോട്ട് കയറാൻ വരുന്നു. കോൺഗ്രസ്സുകാരും ആദ്യം അവരുടെ MLA-മാരെ കൊണ്ട് രാജിവെപ്പിക്കും. സ്ത്രീ പീഡന ആരോപണ വിധേയരാണല്ലോ അവര്. പണ്ട് ഇതുപോലെ തന്നെ ഇതേ കൂട്ടത്തില് ഭരണപക്ഷത്തിൽ കോൺഗ്രസ് ഇരുന്നപ്പോൾ കുറ്റം ആരോപിക്കപ്പെട്ട ഇത്തരത്തിൽ പീഡനം ആരോപിക്കപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ക്ഷമിക്കുന്ന സുഹൃത്തുക്കളെ ഉമ്മൻചാണ്ടിക്കെതിരെ അങ്ങനെയൊന്നും അല്ലേന്നല്ലോ പ്രതിഷേധം. അല്ല അങ്ങനെയൊന്നും അല്ലേന്നല്ലോ പ്രതിഷേധം. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് ഒരു വിവാദം പുറപ്പെടുന്നത്. അപ്പൊ MLA കുഴപ്പമില്ല. MLA കുഴപ്പമില്ല. MLA എന്തോ തീവ്രത കുറഞ്ഞ ആരോപണം. ഇവിടുത്തെ അശാസ്ത്രീയമായ ഇത്തരം നടപടികൾ എങ്ങനെയെങ്കിലും മാറ്റിയേ പറ്റൂ സുഹൃത്തുക്കളെ. അതായത് ഇവർ പറയുന്നു അവർ വെച്ചാലേ ഇവര് വെക്കത്തുള്ളൂ. എന്താ പിന്നെ ഇവരങ്ങോട്ട് ആദ്യം വെച്ചാ പോരോ. ഇന്ത്യയിൽ ആദ്യമായി സിനിമാ മേഖലയിലെ പ്രതിസന്ധികൾ പഠിക്കാൻ ഒരു കമ്മീഷനെ വെച്ചതും, ഇന്ത്യയിൽ ആദ്യമായി MLA ആയിരുന്നു കൊണ്ട് പീഡിപ്പിക്കുകയും എന്നിട്ടത് പുറത്തു വന്നപ്പോൾ മിണ്ടാതെ ഉരിയാടാതെ പിൻവാതിൽ വഴി ഓടിപ്പോവുകയും ചെയ്തതും കേരളത്തിലും ഇന്ത്യയിലും ആദ്യമായി തന്നെ. പിന്നെ എന്ത് പിടിച്ചില്ലേ? പിടിച്ചു. സുഹൃത്തുക്കളെ, അതായത് നമുക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ ഒരു 1.25 വർഷം കൂടി ഉള്ളൂ. അല്ല 1.5 വർഷം കൂടി ഉള്ളൂ. തരണം, നമ്മളൊന്ന് ഭരിച്ചു പൊക്കോട്ടെ എന്ന് അപേക്ഷിക്കുകയാണോ? കൊല്ലത്തൊരു ഉപതെരഞ്ഞെടുപ്പ് നടത്തി കാശ് കളയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതിനാ. അല്ല, അതെ തോൽവി പേടിയുള്ളത് കൊണ്ടല്ല. തോൽവി പേടി കൊല്ലത്ത് ഞങ്ങളുടെ നേതാക്കളെ ജയിക്കത്തുള്ളൂ. ചിന്താചരമായിരിക്കും. പിന്നെ ചിന്താചരവും മാത്രമല്ലോ കൊല്ലത്ത് നിർത്താനായിട്ട്. അണ്ടി ഓഫീസിലെ പണി കഴിഞ്ഞായിരുന്നു. എന്താ അണ്ടി ഓഫീസിൽ എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല. കേട്ടോ, ഇറങ്ങു വെളിയില് എന്നായിരുന്നു മുകേഷ് MLA കുറിച്ച് പലരും ഇവിടെ പറഞ്ഞത്. അപ്പൊ സുഹൃത്തുക്കളെ, ആരോപണ വിധേയൻ മാത്രമാണ്. നമ്മുടെ നേതാക്കൾ എന്താ പറഞ്ഞത്? കുറ്റം തെളിഞ്ഞാൽ ഒരു നിമിഷം പോലും മുകേഷിനെ ആ തലസ്ഥാനത്ത് നിർത്താൻ നമ്മൾ ഒരുക്കമല്ല. കുറ്റം തെളിയണമല്ലോ. പക്ഷേ ഇവർക്ക് മുകേഷ് മാത്രം പോരാ,
ഗണേശനെ ഒരു മന്ത്രിയെ കൂടെ രാജിവെപ്പിക്കണോ? എടോ അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ആദ്യം മുകേഷിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ താനായിട്ട് അങ്ങോട്ടേക്ക് എത്തിക്കാതിരിക്കുക. അതാണ് തനിക്ക് നല്ലത്. കാരണം ഔഷധ ഗുണം ഇല്ലല്ലോ. ഔഷധ ഗുണം ഇല്ലല്ലോ. എടോ ആദ്യം ആരോപണ വിധേയ ഇറങ്ങി മാറി നിക്കട്ടെ. അങ്ങനെ മാതൃകാപരമായ നടപടികൾ നടത്തട്ടെ. കണ്ടില്ലേ മോഹൻലാൽ ഒന്നുമില്ലെങ്കിൽ ചെയ്തു വെച്ചത്. അങ്ങേർക്ക് ഉത്തരം പറയാനില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസം വീട്ടിൽ ആരെയും കാണാതെ ഒളിച്ചിരുന്നത്. ഉത്തരമുള്ളത് കൊണ്ടായിരിക്കും. എന്നിട്ട് മുഖ്യമന്ത്രിയോട് പറഞ്ഞല്ലോ. എന്നിട്ട് EP ജയരാജൻ ആദ്യമായിട്ടാണ് ഒരു നല്ല കാര്യം പറഞ്ഞത്. ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന് EP ജയരാജൻ പറഞ്ഞു. പാർട്ടിയിലെ ആനിരാജ പറഞ്ഞു. കേന്ദ്ര കമ്മിറ്റി അടക്കമുള്ള എല്ലാരും പറയുന്നു. ഗോവിന്ദ മാഷ് അടക്കം പറയുന്നു. പക്ഷെ എന്നിട്ടും ഇയാൾക്ക് രാജിവെക്കാൻ വയ്യ. CPM-ലെ കാര്യം CPM-യുടെ ആനിരാജ നോക്കട്ടെ. ഓ കേട്ടല്ലോ. എന്നോട് താൻ വിളിച്ച് പറയുന്നത് ഇതെങ്ങാനും അവർ കേട്ടിട്ട് തനിക്കരിയും കിട്ടാൻ പോകുന്നത്. താൻ അതുകൊണ്ട് മിണ്ടായി. താൻ ഈ എന്തിനാണ് ഈ കണ്ട പീഡന വീരന്മാരെ വേട്ടക്കാരന്മാരെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവും. അമ്മയും പെങ്ങന്മാരും ഒക്കെ എന്ന് നാട്ടുകാർ ചോദിച്ചു താൻ എന്ത് ഉത്തരം പറയുള്ളൂ? ഈ പീഡനം ചെയ്തില്ലല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മുകേഷ് കോഴിയാണെന്ന് തെറ്റിദ്ധാരണ മാത്രമാണ്. അല്ലേ പിന്നെ ഞങ്ങളുടെ സഖാത്തികളുടെ ഏതെങ്കിലും വാതിലിൽ അദ്ദേഹം മുട്ടിയിട്ടുണ്ടോ? മുട്ടിയെങ്കിൽ നിങ്ങൾ മിണ്ടോ? മുട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടോ? അതെങ്ങനെ? സിനിമാ മേഖല കഴിഞ്ഞിട്ടല്ലേ രാഷ്ട്രീയ മേഖലയിലേക്ക് വരാൻ സമയമുള്ളൂ. രാഷ്ട്രീയ മേഖലയിൽ പേര് മാത്രമല്ലോ MLA എന്ന്. ഇവിടെ നിൽക്കണ്ടേ? കർമ്മ നിരതനാവണ്ടേ? പിന്നെ കൊല്ലത്തെ കാര്യമൊക്കെ ആരാണ് നോക്കുന്നത്? ചിന്താചെറും. പിന്നെ ചിന്താചെറും അല്ലേ? അപ്പൊ അതുമല്ലേ ആര് നോക്കുന്നില്ലെന്നാ സാരം. പോടും. കൊല്ലത്തെ കാര്യം നോക്കാൻ നമ്മൾ ആൾക്കാരുണ്ട് ഇവിടെ. സുഹൃത്തുക്കളെ, അതാണ് നമുക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിനെതിരെ വെറുതെ നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ വേട്ടയാടുന്നത്? എന്റെ സുഹൃത്തുക്കളെ ബോർഡ് മാറ്റിയിട്ടുണ്ട്. നാളെ നോക്കിക്കോ മുകേഷ് രാജിവെക്കുന്ന ചോദ്യം പറയും. വിശ്വാസയോഗ്യയായിട്ടുള്ള ഏതെങ്കിലും ഒരാളാണോ ഇവർക്കെതിരെയൊക്കെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്? വിശ്വാസയോഗ്യയാണോ എന്ന് തന്റെ സർട്ടിഫിക്കറ്റ് ആർക്കും ആവശ്യമില്ല. ഏതൊരു വ്യക്തിയും അവർക്ക് അവരുടേതായിട്ടുള്ള നീതി ന്യായ ബോധത്തോടു കൂടി തന്നെയാണ് ഈ സംസ്ഥാനത്ത് ജീവിക്കുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിപരമായ സ്വാതന്ത്ര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് തൽക്കാലം നമുക്ക് വേണ്ട കേട്ടോ. രാജിവെക്കാൻ പറ്റോ ഇല്ലേ? രാജിവെക്കാൻ പറ്റോ ഇല്ലേ? നമ്മൾ തീവ്രത നോക്കട്ടെ. അല്ല, ഇവിടെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നേ വീണ വിജയന്റെ കഥകിലായിരുന്നു മുട്ടിയിരുന്നു എങ്കിൽ ഇപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുമായിരുന്നു? കേറിക്കൊണ്ടു വെറുതെ കൊത്തി കൊത്തി മുറത്തേക്ക് കൊത്താതെ നോക്കിക്കോ. ആരാ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വളർത്തി പന്തലിച്ച് മരമാക്കുന്ന ആരാ? എന്തൊക്കെയാണ് നടക്കുന്നത്? അനാവശ്യ വിവാദങ്ങളിലേക്ക് പോകുന്നതിനെ എനിക്ക് കൂടുതൽ സംസാരിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് സംസാരിക്കാൻ താല്പര്യമില്ല. സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ തന്നെ ഈ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയുമായി നടക്കുന്നവരോട് നമുക്കൊന്നും പറയാനില്ല. രാജിവെച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഗിരിജനം കയറി അടിക്കും. ശരി സുഹൃത്തുക്കളെ, ശരി എന്നാ പിന്നെ നമ്മൾ തീവ്രത അളന്നോണ്ടിരിക്കുക. അതെ, അളക്കൂവര് പ്രത്യേക മെഷീൻ വെച്ച് അളന്നോണ്ടിരിക്കുക. AK സെന്ററിൽ അളക്കട്ടെ. നന്ദി. 3.0 എന്തിന്? ഒരു 3ാം വരെ കൂടെ വരേണ്ടി വരും തന്നെ ഈ പോക്കാണെങ്കിൽ. കോടി മുണ്ട് പുതുപ്പിക്കാൻ.